ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഷബ്സ് കിച്ചൺ. സോറി ഗായ്സ്, ഞാൻ കുറേ നാളെ നമ്മുടെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തില്ല. വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു ഹോം മെയ്ഡ് പിസ്സയാണ് ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഒരു ചിക്കൻ, ഒരു അഫോർഡബിൾ പിസ്സ. എല്ലാ ബാച്ചിലേഴ്സും കാണണം. പിന്നെ ഗായ്സ്, എൻ്റെ സഹായം ഇന്നില്ല. പല്ലവിയുടെ കാല് ജസ്റ്റ് ഒന്ന് ചെറിയൊരു എയർലൈൻ ഫ്രാക്ചർ പറ്റി. അതൊരു വിഷമമുള്ള കാര്യമാണ്. ബട്ട് അതുകൊണ്ട് അവൾ ഇന്ന് റെസ്റ്റിലാണ്. സോ ഇന്ന് നൈറ്റ് നമ്മൾ പിസ്സയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ കഴിക്കത്തില്ല, എൻ്റെ ജിം മാസ്റ്റർ എന്നെ കൊല്ലും. ഞാൻ ജസ്റ്റ് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാനായിട്ടാണ്. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കനാണ്. ഇത് നമ്മൾ എയർ ഫ്രൈയിൽ ഒരു 5 to 6, 7 മിനിറ്റ്സ് വയ്ക്കും. ഇത് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ടൊമാറ്റോ സോസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മാത്രമായിട്ട് മിക്സ് ചെയ്തതാണ്. ഇത് പിസ്സയിലെ മോൾഡ് ടോപ്പിംഗ് ചെയ്യാനായിട്ടാണ്. പിസ്സ ബ്രെഡ് നമ്മൾ ഓൾറെഡി മേടിച്ചതാണ്. അതുകൊണ്ട് ഒരുപാട് ബോൺ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒരു 7 മിനിറ്റ്സ് നമ്മളൊന്ന് എയർ ഫ്രൈയിൽ വെച്ചതിന് ശേഷം പിസ്സയിൽ ടോപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ ഗൈസ്, നമ്മൾ എയർ ഫ്രൈയിൽ വെക്കുന്നതിന് മുമ്പ് ജസ്റ്റ് കുറച്ച് സൺഫ്ലവർ ഓയിലിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. സോറി, എൻ്റെ ബ്രഷ് ഇല്ല, സാധാ അലക്കിയ തുണിയാണ്. ബ്രഷ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ചിക്കൻ ഒന്നും ഒട്ടത്തില്ല, അതുകൊണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ചിക്കൻ ആദ്യം വയ്ക്കാൻ പോവാറ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ചിക്കൻ എല്ലാം എയർ ഫ്രൈയിൽ വെച്ചിട്ടുണ്ട്. നമ്മളൊരു 7 മിനിറ്റ്സ് ആണ്. ഒരു 4 മിനിറ്റ്സ് വൺ സൈഡ്, 4 മിനിറ്റ്സ് അതർ സൈഡ്. ഓക്കെ, അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്ന പിസ്സയിൽ ടോപ്പ് ചെയ്യാനായിട്ട് ഇന്ന് എടുത്തിരിക്കുന്നത് ജാലപ്പിനോ ഉണ്ട്, ഗ്രീൻ ഒലീവ്സ് ഉണ്ട്, ഗോൾഡൻ കോൺ ഉണ്ട്, പിന്നെ നമുക്ക് ഒണിയൻ ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്, റെഡ് ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം, പിന്നെ നമ്മൾ മോസല ചീസ് ഉപയോഗിക്കുന്നുണ്ട്, ചെദാർ ചീസ് ഉപയോഗിക്കുന്നു. ഇതാണ് നമ്മുടെ പിസ്സയുടെ ബേസ്. ഇത് നമ്മൾ സുപ്രീമിന്ന് മേടിച്ചാണ്. പിസ്സ ബേസ് 2 30 രൂപീസേ ഉള്ളൂ. ഭയങ്കര അഫോർഡബിൾ ആണ്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിസ്സ ബേസ് ആയിട്ട്. ചീസ് ഉപയോഗിക്കുന്നത് ചെദാർ ചീസ് ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ മോസല ചീസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഗാർണിഷ് ചെയ്ത് ഞാൻ കാണിക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ പിസ്സ ഒന്ന് ഡോ ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിസ്സ സോസൊക്കെ ചെയ്ത് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് ചിക്കൻ ആവും. ആദ്യം ഞാൻ പിസ്സ സോസാണ് ഒഴിക്കുന്നത്. പിസ്സ സോസ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ബേസിലൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആൻഡ് സ്വീറ്റ് ആൻഡ് സ്പൈസി സോസാണ് ഒഴിക്കുന്നത്. അതോടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ചീസ് ഫസ്റ്റ് ലെയർ ആയിട്ട് ഇടണം. പിസ്സയുടെ ബേസിൽ സോസ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചീസ് സ്പ്രെഡ് ചെയ്യണം. നമ്മളൊരു ഗ്രേറ്റർ ഉപയോഗിച്ച് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട. ടൊമാറ്റോസ് പ്ലേസ് ചെയ്യണം. സ്വീറ്റ് കോൺ ഇടണം. ഫ്രോസൺ സ്വീറ്റ് കോൺ ആണ് മേടിച്ചത്. നമ്മളിനി മോസില ചീസാണ്, നമ്മൾ ഡെൽറ്റയുടെ മോസില ചീസാണ് മേടിച്ചിരിക്കുന്നത്. മോസില ചീസ് ഒരു ലെയർ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കം നമ്മൾ ഇടണം. അതിനിടയിൽ കൂടെ ഒരാളെ മോഷ്ടിക്കുന്നില്ല. ഞാനൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളതാണ്. നമ്മൾ കാനഡയിലൊക്കെ വെച്ച് ഒലിവ് ഒരുപാട് കഴിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒലിവ്. ഇനി നമ്മൾ ജാലപ്പിനോസ് പ്ലേസ് ചെയ്യണം. ജാലപ്പിനോസ് വേണമെങ്കിൽ നമുക്ക് വലിയ സ്ലൈസസ് ആണ്, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ മേടിച്ച ജാലപ്പിനോ ഞാൻ പോത്തീസിൽ നിന്നാണ് മേടിച്ചത്. ഇനി നമ്മൾ ഒലീവ് എടുക്കുന്നത് ഗ്രീൻ സ്ലൈസ്ഡ് ഒലീവാണ് ഞാൻ എടുക്കുന്നത്. എടുത്ത് വെച്ച എല്ലാം ഇവാൻ എടുത്തിട്ട് പോയിട്ടുണ്ട്. ഇസാൻ്റെ ആദ്യം ഒഴിച്ച സോസ് തന്നെ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ടോപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, പിന്നെ ഗൈസ്, ഇതിൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ഒലീവിൽ ഉള്ള ലിക്വിഡ് ഇല്ലേ, അത് ജസ്റ്റ് നമ്മളൊന്ന് പിസ്സ ബേസ് ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് ജസ്റ്റ് നമ്മളൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ജാലപ്പിനോട് ഒരു ഇരിക്ക് വേണ്ടി ജാലപ്പിനോട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇതാ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചിക്കനോട് എടുക്കുന്നുണ്ട്. നമ്മൾ പിസ്സയിൽ ടോപ്പ് ചെയ്യാനുള്ള ചിക്കനാണ്. നമ്മൾ ഒരു ചിക്കനായിട്ട് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ ഒന്ന് വെജും ഒന്ന് ചിക്കനുമായിട്ട് എടുക്കുന്നത്. ചിക്കൻ ഡ്രസ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മോസില ചീസ് ഒന്നുകൂടെ നമ്മളൊന്ന് ലെയർ ചെയ്ത് കൊടുക്കുകയാണ്. മോസില ചീസ് ഒന്ന് മെൽറ്റ് ആകുമ്പോഴാണ് കറക്റ്റ് പിസ്സയുടെ ഒരു, നിങ്ങൾക്ക് പിസ്സയുടെ ലുക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ഹോം മെയ്ഡ് പിസ്സയുടെ ചെറിയ പോരായ്മകൾ കാണും, ക്ഷമിക്കുക.
ഫുള്ള് ആയിട്ടില്ല. നമ്മൾ ജസ്റ്റ് അവസാനം ഒരു പിസ്സ സോസ് ഇച്ചിരി ഒന്ന് ഒഴിക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഗൈസ് ഇപ്പം നമ്മൾ ഫുള്ള് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിനി പിസ്സ വെക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ വെജ് പിസ്സ വെക്കുകയാണ്. ഓക്കെ, നമ്മൾ പിസ്സ അകത്ത് വെക്കുന്നു. വെജ് പിസ്സ ഫ്രൈയിലേക്ക് വെക്കുകയാണ്. നമ്മളൊരു 7 minutes ആണ് വെക്കുന്നത്. 180 ടെമ്പറേച്ചറാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, പല്ലവി ഇല്ലാത്തതുകൊണ്ട് ഫുൾ പണി ഇരിക്കുന്നതാണ്. ഞാൻ തന്നെയാണ് കൈ വയ്ക്കുന്നത്. നേരത്തെ വൈഫിനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പം എന്തും ചെയ്യുന്നത് എനിക്കിത് ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. ഇന്നത്തെ വൈഫ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ കണ്ടു നിൽക്കണം. വൈഫ് ഇതുവരെ വയ്ക്കിയിട്ടില്ല. മനോട് ചെക്കുന്ന സമയം കഴിഞ്ഞിരിക്കുകയാണ്. വയ്ക്കുന്ന റെസ്റ്റിംഗാണ്, കാലനക്കാൻ പറ്റത്തില്ല. നമ്മൾ ഫുൾ റെസ്റ്റിലാണ് കിടക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ പല എങ്ങനെയാണ് മണം അടിച്ച് വരുമെന്ന്. ഞാൻ പറഞ്ഞില്ലേ പല്ലവി എന്തായാലും വരുമെന്ന്. അല്ല പല്ലവിയുടെ ഞാൻ പറഞ്ഞില്ലേ ഫുഡിന്റെ മണം അടിച്ച് അവൾ എന്തായാലും വരും. അവളുടെ കാല് വയ്യ, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ 5 minutes പിസ്സ റെഡിയാവും. അയ്യോ, നമ്മുടെ ജിം മാസ്റ്റർ കാണുന്നതായിരിക്കും. ആസിഫ് ഭായിയുടെ അടുത്ത് പ്രോമിസ് പറയണം, നമ്മൾ ഒരിക്കലും പിസ്സ കഴിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുള്ളൂ. ആസിഫ് കഴിക്കുന്നില്ല. നമ്മുടെ ട്രെയിനറാണ്, നമ്മുടെ ജിമ്മിലെ ട്രെയിനറാണ് ആസിഫ് ഭായ്. ആസിഫ് മെൻഡർ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് പിസ്സ കഴിക്കരുത്. ഞാൻ ജസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നേ ഉള്ളൂ. ഇവള് ലെഗ് പോലും ഈ ആഴ്ച ചെയ്തിട്ടില്ല. ഞാൻ എല്ലാ വർക്കൗട്ടും ചെയ്തു. പക്ഷെ എനിക്ക് ഡയറ്റ്, ഞാൻ കാല് കഴിഞ്ഞ് ഞാൻ ഡയറ്റിലാണ്. ഞാൻ പിസ്സ കഴിക്കത്തില്ല. പിന്നെ ആര് കഴിക്കും? ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ ഞാനും എന്റെ കുഞ്ഞു റോസിയാണ് പിസ്സ ഓപ്പൺ ചെയ്യുന്നത്. Come on, Rosie, open the pizza. Yay! What is this? Pizza. Okay guys, നമ്മുടെ പിസ്സ സക്സസ്ഫുൾ ആണ്. അടിപൊളിയായിട്ടുണ്ട്. നമ്മളിനി സെർവ് ചെയ്യാൻ ഒരു പ്ലേറ്റിൽ എടുക്കാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ പിസ്സ എടുത്തു. ജസ്റ്റ് സെർവ് ചെയ്യണം. ഓക്കെ ഗൈസ്, ജസ്റ്റ് കുറച്ച് ഫിനിഷിംഗ് ടച്ചസ് ബാക്കിയുണ്ട്. നമ്മൾ കുറച്ച് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഓർഗാനോ. ജസ്റ്റ് നമ്മൾ പിസ്സയ്ക്ക് ഓർഗാനോ ഇല്ലെങ്കിൽ എന്ത് രസം. അത് നമ്മൾ ഓർഗാനോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ഇടാണ്. ഇത് ഹോം മെയ്ഡ് ചില്ലി ഫ്ലേക്സ് ആണ്. നമ്മൾ ജസ്റ്റ് ഒരു ചില്ലി ഫ്ലേക്സ് കൂടെ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വെജ് പിസ്സ റെഡി ഗൈസ്. അതുപോലെ നമ്മുടെ നോൺ വെജ് പിസ്സ എനിക്ക് വെക്കാൻ പോവാണ്. നമ്മുടെ നോൺ വെജ് പിസ്സയാണ് റെഡി. ബംബ. നമ്മുടെ പാവം പല്ലവിയുടെ ഇരിക്കുന്നുണ്ട്. പല്ലവിയുടെ കാല് കാണിച്ചു തരാം. ചെറിയൊരു എയർലൈൻ ഫ്രാക്ചർ ആണ് ഗൈസ്. 1 week റെസ്റ്റ് ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വെജ് പിസ്സ നല്ല സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ലുക്ക്, ഇറ്റ്സ് ഓസം ഗൈസ്. ഇറ്റ്സ് സ്പെഷ്യൽ ഫ്രം ഷെഫ്സ് കിച്ചൺ. സ്റ്റേ ട്യൂൺ. ഓക്കെ ഗൈസ്, പിസ്സ റെഡി. रेस्टोरेंट्स होते हैं, रुकते हैं, चाय कॉफी पीते हैं, इनका कोई प्रॉब्लम है ही नहीं. मुद्दा तो यही है कि അപ്പോ ഇന്ന് ഞാൻ സാറിന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം അടി കുറച്ച് ചെറുപഴം ഒരു ഗ്ലാസ് മതിയാവും. അത്
കഴുകി വെള്ളത്തിലിട്ട് വെക്കാം. Okay.